സതീശൻ സർക്കാർ PM ശ്രീ നടപ്പാക്കും എന്നാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ശക്തമായി എതിർത്ത PM ശ്രീ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ നടപ്പാക്കുന്നു. പദ്ധതി നടപ്പാക്കാൻ UDF സർക്കാർ തീരുമാനിച്ചു. പദ്ധതിയിൽ LDF സർക്കാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ കേരളം അതിൽ പങ്കാളിയാണെന്നും അതിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്ന കാര്യമാണ് ജന്മഭൂമി അവരുടെ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പറയുന്നത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം പറയുന്നത് ശ്രീ വിടാതെ PM ശ്രീയിൽ കേരളം മുന്നോട്ട് എന്നാണ്. അതായത് കുറേ ലൈറ്ററായിട്ടാണ് മാധ്യമം പോലൊരു പത്രം ഇന്ന് ആ വാർത്തയെ കൈകാര്യം ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. സാധാരണ ഇത്തരം വാർത്തകളിൽ കുറേ കൂടി കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ഹെഡ്ലൈൻ എഴുതുന്ന മാധ്യമം പക്ഷേ ശ്രീ വിടാതെ PM ശ്രീയിൽ കേരളം മുന്നോട്ട് എന്നൊരു പോസിറ്റീവായ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലൊരു ഹെഡ്ലൈനാണ് ഏതായാലും മാധ്യമം കൊടുത്തിരിക്കുന്നത്. കരാർ വ്യവസ്ഥയിൽ ഇളവ് പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതി മുൻ സർക്കാർ ഒപ്പുവെച്ചതിനാൽ തുടരാൻ നിർബന്ധിതരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു നിവർത്തികേട് എന്ന നിലയിൽ വളരെ ലൈറ്ററായി മാധ്യമം ആ വാർത്തയിൽ നിന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് ദീപികയിലേക്ക് പോകുമ്പോൾ ദീപിക വളരെ സ്ട്രെയിറ്റായി പറയുന്നു, PM ശ്രീയിൽ നിന്ന് പിന്മാറാനാകില്ല. സംസ്ഥാനത്തിൻ്റെ നിലപാട് തയ്യാറാക്കാൻ മന്ത്രിസഭാ ഉപസമിതി. കഴിഞ്ഞ പിണറായി സർക്കാർ ഒപ്പിടുകയും ഫണ്ട് വാങ്ങുകയും ചെയ്ത് വിവാദമായ കേന്ദ്ര സർക്കാരിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ നിയമപരമായി കഴിയില്ലെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നും ആണ് മന്ത്രിസഭ പറയുന്നത്. അത് തന്നെ വളരെ സ്ട്രെയിറ്റായി ഹെഡ്ലൈനായി ദീപിക ഇന്ന് ഒന്നാമത്തെ പേജിൽ കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സുപ്രഭാതം പക്ഷേ പറയുന്നത് ഒപ്പിൽ കൈകഴുകൽ എന്നാണ്. PM ശ്രീയിൽ പിൻവിളിയില്ല. മുൻ സർക്കാർ ഒപ്പുവെച്ചതിനാൽ തുടരൽ നിർബന്ധമെന്ന് മുഖ്യമന്ത്രി. വിവാദ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടും. പഠിക്കാൻ 4 അംഗ മന്ത്രിസഭാ ഉപസമിതി എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് സുപ്രഭാതം ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാവ്യവൽക്കരണത്തിന് ഇടയാക്കിയേക്കാവുന്ന വിവാദ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള PM ശ്രീയിൽ പദ്ധതി കേരളത്തിൽ തുടരാൻ UDF സർക്കാർ എന്നാണ് സുപ്രഭാതം അവരുടെ ഒന്നാമത്തെ പേജിൽ പറയുന്നത്. ദേശാഭിമാനി വളരെ പൊളിറ്റിക്കലി തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. UDF RSSന് കീഴടങ്ങി PM ശ്രീക്ക് പച്ചക്കൊടി എന്നാണ് ദേശാഭിമാനി പറയുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. അധികാരത്തിൽ വന്നാൽ PM ശ്രീ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ സതീശനും കടലിലെറിയുമെന്ന് പറഞ്ഞ ലീഗ് നേതാക്കളും മലക്കം പറഞ്ഞു. ഒന്നും മിണ്ടാതെ ലീഗ് മന്ത്രിമാർ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കൗമുദിയിൽ വേണമെങ്കിൽ ഒരു PR എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലൊരു വാർത്ത ഒന്നാമത്തെ പേജിലുണ്ട്. അത് VD സതീശൻ സർക്കാരിൻ്റെ ഒന്നാമത്തെ ഭരണത്തിലേറി 1 മാസം പിന്നിടുന്നു എന്നുള്ളതാണ്. VD സതീശൻ സർക്കാർ അധികാരമേറ്റിട്ട് ഇന്ന് 1 മാസം. വിവിധ മേഖലകളിൽ സർക്കാർ പ്രവർത്തനം വിലയിരുത്തുന്നു. കിക്ക് ഓഫ് പൊളിച്ച് എന്നാണ് അവർ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്.